മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഉണ്ണിയാണെങ്കിൽ കണ്ണൻ്റെ റൂമിൽ കയറി കണ്ണൻ്റെ ഫോണെല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട്. അതേസമയം മഹാലക്ഷ്മിയുടെ ഒരു മെസ്സേജ് പോലെ തന്നെ ഉണ്ണി അതിൽ കാണുന്നുണ്ട് തോമസ് വെയ്ദിൻ്റെ വീട്ടിലോട്ട് പോകുന്നതായിട്ടുള്ള ഒരു അറിയിപ്പ്. നാളെ ഞാൻ തോമസ് വെയ്ദിൻ്റെ വീട്ടിൽ ചെക്കപ്പിന് പോകുന്നുണ്ടെന്നാണ് അതിൽ കാണുന്ന മെസ്സേജ്. ഇത് കണ്ട് ഉണ്ണിക്കാകെ സംശയമാകുന്നു. അതിൽ മഹേഷ് എന്നാണ് പേര് എഴുതിയിരിക്കുന്നത്. അത് മഹാലക്ഷ്മി ആയിക്കൂടെ എന്നൊക്കെ ഉണ്ണി കരുതുന്നുണ്ട്. പിന്നീട് കണ്ണൻ്റെ മുറിയിലുള്ള കബോർഡുകളെല്ലാം തന്നെ ഉണ്ണി തപ്പുന്നുണ്ട്. അതേസമയം അവിടെ നിന്ന് കുറച്ച് കുട്ടി ഉടുപ്പുകൾ കിട്ടുന്നുണ്ട്. അത് എടുത്തു നോക്കിയിട്ട് ഉണ്ണി പറയുന്നുണ്ട്, ഇത് കുഞ്ഞു കുട്ടികളുടെ ഉടുപ്പാണല്ലോ, ഇതെന്തിനാണ് ഇയാൾ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നതെന്നെല്ലാം ഉണ്ണി ഇങ്ങനെ ആലോചിക്കുന്നു. അങ്ങനെ ഉണ്ണിക്ക് ഒരുമാതിരിയെല്ലാം കാര്യങ്ങളെല്ലാം മനസ്സിലാകുകയാണ്. പിന്നീട് ഫ്രൂട്ട്സ് കടയിൽ പോയിട്ടുള്ള കാര്യങ്ങളും ഫ്രൂട്ട്സ് മേടിച്ചിട്ടുള്ള കാര്യങ്ങളുമെല്ലാം ആ ഫ്രൂട്ട്സ് കടക്കാരൻ പറയുന്നതുമെല്ലാം ഉണ്ണിയുടെ മനസ്സിൽ കൂടെ ഇങ്ങനെ ഓടുന്നു. അതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ഉണ്ണിക്ക് ഇത് പൂർണ്ണമായിട്ടും എന്തൊക്കെയോ ഒരു സംശയങ്ങൾ വന്നു ചേരുകയാണ്. അങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന ഉണ്ണിയുടെ അടുത്തിട്ട് കരുണ വരുന്നു. എന്നിട്ട് കരുണ ചോദിക്കുന്നുണ്ട്, നിങ്ങളിങ്ങനെ ആലോചിച്ച് നിന്നിട്ട് എന്താണ് കാര്യമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ചെറിയ തെളിവുകളെല്ലാം കണ്ടെത്തിയിട്ടുണ്ട്. ആ തെളിവുകളെല്ലാം ഇപ്പം നിന്നോട് പറഞ്ഞാൽ നീ അതൊന്നും വിശ്വസിക്കില്ല എന്ന് പറയുന്നുണ്ട്. അയ്യോ എനിക്കൊന്നും കേൾക്കണ്ട എന്ന് പറയുകയാണ്. അതേസമയം വിഷു ആണെങ്കിൽ ഇങ്ങനെ തലക്ക് ഭാഗത്ത് എത്തിക്കഴിഞ്ഞു. അന്ന് മേടിച്ചു തന്നതുപോലെ ഈ പ്രാവശ്യം എന്തെങ്കിലുമൊക്കെ വാങ്ങി തരാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്നെല്ലാം കരുണ ചോദിച്ചുകൊണ്ട് ഉണ്ണിയെ കളിയാക്കുന്നുണ്ട്. ഇപ്പോൾ അതൊക്കെ മേടിച്ച് തരാനുള്ള കഴിവ് എനിക്കുണ്ടെന്നും എന്നെ അത്രയ്ക്കൊന്നും കൊച്ചാക്കണ്ട എന്നെല്ലാം ഉണ്ണി പറയുന്നുണ്ട്. ഞാൻ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ഞെട്ടുന്നത് നീയാണെന്നല്ല ഉണ്ണി പറയുന്നത് കേട്ട് കരുണ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ അവിടെ നിന്ന് പോകുന്നു. പിന്നീട് തോമസ് വെയ്ദിൻ്റെ വീട്ടിലോട്ട് പോകാനൊരുങ്ങുന്ന മഹാലക്ഷ്മിയെ ആണെങ്കിൽ കണ്ണൻ വിളിക്കുന്നുണ്ട്. അങ്ങനെ കണ്ണൻ ചോദിക്കുന്നുണ്ട്, എല്ലാം റെഡിയായോ പോകാനെന്ന് ചോദിക്കുമ്പോൾ അതെ ഞങ്ങൾ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ് കണ്ണേട്ട എന്ന് പറയുന്നുണ്ട്. ഞാൻ കൂടെ വരണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ വേണ്ട, എൻ്റെ കൂടെ ലേഖയുണ്ടെന്നെല്ലാം പറയുന്നു. അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി തന്നെ ഫോൺ കട്ട് ചെയ്യുന്നു. അപ്പോൾ ലേഖ പറയുന്നുണ്ട്, ജോലി നഷ്ടപ്പെട്ട ഉണ്ണിയാണെങ്കിൽ വെടികൊണ്ട് പന്നിയെപ്പോലെ നടക്കുകയാണെന്നും അവനാണെങ്കിൽ കണ്ണേട്ടൻ്റെ ചോര തന്നെയാണെങ്കിലും അവൻ്റെ മനസ്സ് മുഴുവൻ വിഷമാണെന്നുമെല്ലാം പറയുന്നത് കേട്ട് നമ്മുടെ മഹാലക്ഷ്മി ആണെങ്കിൽ ആകെ ഒന്ന് വിഷമിക്കുന്നുണ്ട്. പിന്നീട് ആ മെസ്സേജ് കണ്ട ഉണ്ണിയാണെങ്കിൽ ആകെ അസ്വസ്ഥനാകുകയാണ്. അങ്ങനെ തോമസ് വെയ്ദിൻ്റെ വീട്ടിലോട്ട് മഹാലക്ഷ്മി പോകുന്നുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യാനായിട്ട് ഉണ്ണിയാണെങ്കിൽ തീരുമാനിക്കുന്നു. അങ്ങനെ മഹാലക്ഷ്മി ലേഖയും എല്ലാവരും കൂടെ തോമസ് വെയ്ദിൻ്റെ വീട്ടിലോട്ട് പോകാനായിട്ട് ഇറങ്ങുകയാണ്. അതേസമയം ഉണ്ണിയാണെങ്കിൽ അവരുടെ വീടിൻ്റെ റോഡിൽ വന്ന് തന്നെ നിൽക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും ഇറങ്ങുന്നത് കാണുമ്പോൾ ഉണ്ണിക്ക് ചെറിയൊരു സംശയം ഉണ്ടാകുന്നു. ഇവരുടെ വണ്ടി പോകുന്നത് നേരെ തോമസ് വെയ്ദിൻ്റെ വീട്ടിലോട്ടായിരിക്കും. അത് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് ഉണ്ണിയാണെങ്കിൽ ഉണ്ണിയുടെ വണ്ടിയും എടുത്തുകൊണ്ട് അവരുടെ പിറകെ തന്നെ പോവുകയാണ്. അങ്ങനെ തോമസ് വെയ്ദിൻ്റെ വീട്ടിലെത്തുകയാണ് മഹാലക്ഷ്മി ലേഖയും എല്ലാം. അതേസമയം ഉണ്ണിയും അവരുടെ പിറകെ വരുന്നുണ്ട്. പിന്നീട് സാഗറും മഹാലക്ഷ്മിയും ലേഖയും എല്ലാം സംസാരിക്കുന്നത് ഉണ്ണിയാണെങ്കിൽ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ അവരുടെ സംസാരങ്ങളെല്ലാം തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ നിൽക്കുകയാണ് ഉണ്ണി. സാഗറാണെങ്കിൽ മഹാലക്ഷ്മിയോടായിട്ട് പറയുന്നുണ്ട്, മാഡം ആണെങ്കിൽ ഒന്ന് സൂക്ഷിക്കണം, ആ ഉണ്ണിയാണ് കൂടുതൽ സൂക്ഷിക്കേണ്ടത്, മേഘനാണെങ്കിൽ ഇപ്പോൾ കിടന്ന കിടപ്പാണ്, അതുകൊണ്ട് ഉണ്ണി എല്ലാ കാര്യത്തിലും നിങ്ങളെ ഒരു വലയം ചുറ്റി തന്നെ നടക്കുകയാണ്, നിങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട സമയമാണെന്നും എന്നെല്ലാം മഹാലക്ഷ്മിയോട് പറയുമ്പോൾ ലേഖ പറയുന്നുണ്ട്, അത് ഞാൻ മഹിയോട് പറഞ്ഞ കാര്യമാണ്, ഇപ്പോഴാണെങ്കിൽ ജോലിയും കൂലിയും ഒന്നുമില്ലാതെ വല്ലാതെ വിഷമിച്ചിരിക്കുന്ന ഒരു സമയത്ത് അവനിക്ക് കൂടുതൽ സംശയങ്ങൾ ഉണ്ടാകാനിടയുണ്ടെന്നെല്ലാം ഞാൻ പറഞ്ഞതാണെന്നുള്ള കാര്യങ്ങളെല്ലാം ലേഖയും പറയുന്നുണ്ട്. അതേസമയം മഞ്ജുവിനും സാഗറിനുമായിട്ട് ഡ്രസ്സുകളെല്ലാം വിഷു കൈനീട്ടം പോലെ മേടിച്ച് കൊടുക്കുകയാണ് കണ്ണൻ. അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി തന്നെ മഞ്ജുവിനെ കാണുന്നുണ്ട്. അപ്പോൾ മഞ്ജു പറയുന്നുണ്ട്, കണ്ണേട്ടൻ്റെ കൂടെ ഇന്ന് വിഷു ആഘോഷിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും അതൊന്നും സാധിക്കാത്തൊരവസ്ഥയാണല്ലോ എന്ന് പറയുമ്പോൾ അതൊക്കെ ഒരു നാളിൽ നമുക്ക് നടത്താം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മഞ്ജുവിനെ സമാധാനിപ്പിക്കുന്നുണ്ട് കണ്ണൻ. പിന്നീട് കണ്ണൻ്റെ ഫോണിൽ കണ്ട മെസ്സേജും തോമസ് വെയ്ദിൻ്റെ വീട്ടിൽ കണ്ട കാഴ്ചകളെല്ലാം അമ്മാവനായ വാമദേവനോടായിട്ട് പറയുന്നുണ്ട്. അതേസമയം വാമദേവനാണെങ്കിൽ ഉണ്ണിയോടായിട്ട് പറയുന്നുണ്ട്, എന്താണെങ്കിലും ഈ ഒരു കാര്യത്തിൽ ചെറിയൊരു സംശയമല്ല, വലിയൊരു സംശയം തന്നെയാണ് നമ്മുടെ മുന്നിലുള്ളതെന്നും കണ്ണൻ ഈ കുഞ്ഞിൽ വളരെയേറെ താല്പര്യമുണ്ടെന്നുള്ള കാര്യത്തിൽ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാമെന്നും ഇത് കണ്ണൻ്റെ കുഞ്ഞാണോ എന്നുള്ള കാര്യത്തിലും നമുക്ക് സംശയിക്കാമെന്നെല്ലാം വാമദേവൻ്റെ വാക്കുകളെല്ലാം കേൾക്കുമ്പോൾ ഉണ്ണിക്കാണെങ്കിൽ ആകെ ഒരു അസ്വസ്ഥത ഉണ്ടാകുന്നുണ്ട്. നീ പറഞ്ഞതുപോലെയാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ ഒട്ടും സംശയിക്കാനില്ല, കണ്ണൻ്റെ കുഞ്ഞ് തന്നെയാണ് അവളുടെ വയറ്റിൽ വളരുന്നത്, അത് അവളുടെ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി മാത്രമാണ് അവർ ഈ ഒരു നാടകം നമ്മുടെ മുന്നിൽ അഭിനയിക്കുന്നത്, അതുകൊണ്ട് നമ്മളാണ് അവരുടെ മുന്നിൽ പറ്റിക്കപ്പെടുന്നതെന്നല്ല വാമദേവനാണെങ്കിൽ ഉണ്ണിയോട് പറയുന്നത് കേട്ട് ആകെയാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട് ഉണ്ണിക്ക്.
അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.